ഹലോ, വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. നാടകം ആശാഭരിതം. കേൾക്കണമെന്നുടെ നാട്ടുകാരെ, വേദനയുണ്ടിത് പാടുവാന്. ആശമാരെത്ര കാലമായി പട്ടിണിയുണ്ട് പൊരുതിടുന്നു. ആശമാരെത്ര കാലമായി പട്ടിണിയുണ്ട് പൊരുതിടുന്നു. ദുഃഖ ദുരിതങ്ങൾ എത്രയുണ്ടേലും കഷ്ടപ്പെടുന്നവരൊന്നാണ്. അടിമപ്പണിക്കിനി ഇല്ലെന്നു ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണ്. മത്തളം ചെങ്ങില കുഴലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാളെ. മത്തളം ചേങ്ങില കൊമ്പും കുഴലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാളെ. പണിയാളർ തലവെക്കി പൊരുതുന്ന കാഴ്ച കണ്ടായത്തിൽ തുള്ളടി പെണ്ണാളെ. പണിയാളർ തലവെക്കി പൊരുതുന്ന കാഴ്ച കണ്ടായത്തിൽ തുള്ളടി പെണ്ണാളെ. രൂപയ്ക്ക് പണി ചെയ്യുവാരിലും ഇവിടെയുണ്ടോ? ഈ കടും കാലത്ത് ജീവിച്ചു പോകുവാൻ തുച്ഛവേദന മതിയെന്നുണ്ടോ? ഓരെന്നു തോന്നിയ പോരാളി പെണ്ണുങ്ങൾ മാനികളാണെന്റെ പെണ്ണാളെ. ഓരെന്നു തോന്നിയ പോരാളി പെണ്ണുങ്ങൾ മാനികളാണെന്റെ പെണ്ണാളെ. ദുഃഖ ദുരിതങ്ങൾ എത്രയുണ്ടേലും കഷ്ടപ്പെടുന്നവരൊന്നാണ്. അടിമപ്പണിക്കിനി ഇല്ലെന്നു ചൊല്ലുന്ന ആശമാരെല്ലാരും ഒന്നാണ്. മത്തളം ചെങ്ങില കൊമ്പും കുഴലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാളെ. മത്തളം ചെങ്ങില കൊമ്പും കുഴലുമായി കൊട്ടിപ്പാടന്റെ പെണ്ണാളെ. പണിയാളർ തലകുത്തി പൊരുതുന്ന കാഴ്ച കണ്ടായത്തിൽ തുള്ളടി പെണ്ണാളെ. പണിയാളർ തലകുത്തി പൊരുതുന്ന കാഴ്ച കണ്ടായത്തിൽ തുള്ളടി പെണ്ണാളെ. മാന്യമഹാജനങ്ങളെ, കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 2020 മാർച്ച് മാസം 1-ാം തീയതി മുതൽ 2 ആഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. മാന്യമഹാജനങ്ങളെ, കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 2020 മാർച്ച് മാസം 1-ാം തീയതി മുതൽ 2 ആഴ്ചത്തേക്ക് രാജ്യവ്യാപകമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ വ്യാപനം തടയുവാൻ ആരും വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നു. ഉത്തരവ് ലംഘിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. എടി, നമ്മളതാ പ്രസിഡന്റിനോട് പറഞ്ഞതല്ലേ, PPE കിറ്റൊന്നും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങേര് പറയുന്നത്. നമ്മുടെ നാട്ടുകാരെ കൈവിടാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. നീ എന്തായാലും PHC-ലോട്ട് വാ. ഞാൻ ഇറങ്ങുവാ. ആ ഇറങ്ങുവാന്നേ. എന്റെ മനോജേട്ടാ, ആ മാസ്ക് കഴുത്തിലിടാനുള്ളതല്ല. ദേ, കോവിഡ് എങ്ങാനും വന്ന ഡയാലിസിസ് എല്ലാം പ്രശ്നമാവേ. ഇങ്ങനെ എന്തിനാ ശോഭനെ ജീവിച്ചിരിക്കുന്നത്? ചികിത്സാ സഹായത്തിന് നാട് മുഴുവൻ ഫ്ലെക്സും വെച്ച് മരുന്നും തീർന്നിരിക്കുക. ജീവിച്ചിരിക്കണേ എന്നും ആരോടെങ്കിലും തെണ്ടണം.
എനിക്കിനി വയ്യ. ഇങ്ങനെയൊന്നും പറയല്ല മനോജേട്ടാ. ഞാൻ പോയിട്ട് വരുമ്പോ എങ്ങനെയും മരുന്ന് വാങ്ങിക്കാം. എന്റെ സങ്കടം അതല്ല ശോഭനെ. കോവിഡ് ഇങ്ങനെ പിടിവിട്ട് നിൽക്കുമ്പോ നീ ഇങ്ങനെ പണിക്ക് പോകുന്നതാ. ഇപ്പോഴല്ലേ ഏട്ടാ ഒരു ആശാവർക്കറെ കൊണ്ട് നാട്ടുകാർക്ക് ആവശ്യമുള്ളത്. പ്രായം ചെന്നവരും ആരും ഇല്ലാത്തവരും ഒക്കെ കഷ്ടപ്പെടുക. സ്വന്തക്കാര് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുക. ഏട്ടൻ സമാധാനത്തോടെ ഇരിക്കും. നമ്മുടെ കഷ്ടപ്പാടെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്നേ. നീ എന്തേലും കഴിച്ചേച്ചു പോ. വേണ്ട, സമയം പോയെന്നേ. പിന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ള ചോറ് ഞാൻ ചോറ്റുപാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടേ. കൊടുത്തു വിടാൻ മറക്കല്ലേട്ടോ. ഈ വെള്ളമെങ്കിലും നീ കൊണ്ടുപോ. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ശരണ്യ രാജ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആശാവർക്കർ ശോഭനാകുമാരി കോവിഡ് മൂലം മരിച്ചു. കോവിഡ് ബാധിതരായ ആളുകളെ പരിചരിക്കുന്നതിനിടയിലാണ് ശോഭനാകുമാരിക്ക് കോവിഡ് ബാധിക്കുന്നത്. നിന്നോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതല്ലേ. വെളിച്ചമേകുമൊരു നിസ്വജീവൻ മിഴിയടഞ്ഞു ജഡമായി വരും. കരയുമഴലത്തിലെന്തു കാര്യം, ഇതു തുടരുവതു തന്നെങ്കിൽ. തൊഴിലാളുമെല്ലാ മനുഷ്യനും വയറെരിയുമഞ്ചാളു വീട്ടിലുണ്ടാ. ദീപം തെളിക്കുമീ ജീവിതങ്ങൾ കൂരിരുളിൽ കഴിയുവത് എന്തു കഷ്ടം. എന്റെ 1400 രൂപ പിടിച്ച് ബാക്കി 5600 കിട്ടിയുള്ളൂ. അവലോകന മീറ്റിംഗ് നടക്കാതിരുന്നത് അങ്ങേര് ആ പഞ്ചായത്ത് പ്രസിഡന്റ് വരാതിരുന്നതുകൊണ്ടല്ലേ? അതൊന്നും അങ്ങേരുടെ തലേ കയറത്തില്ലെന്നേ. 4 മാസം കൂടി ഒരു മാസത്തെ കാശ് കിട്ടിയത്. വാടകയും ബ്ലേഡ് പലിശയും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ മേല. മാടുപോലെ പണിയെടുത്താലും കൂലിയില്ല, ആട്ടും തൊക്കും. ദുഷ്ടന്മാര് ഒരു പടവിട്ട് അതേ
അതല്ല അത്യാടി തന്നെ അല്ലേ പരിപാടി? നാളെ പോളിയോ ദിനമല്ലേ സാറേ? 4 ദിവസമായിട്ട് ഫീൽഡില. അതിനിടയ്ക്കാണ് ശൈലിയുടെ വർക്കും. മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ, വെറുതെ റിപ്പോർട്ട് എഴുതിയാ പോരെ. എന്തിനാ അജയൻ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? സാറിന്റെ പഞ്ചായത്ത് ആരോഗ്യത്തിന് പല അവാർഡും വാങ്ങിയത് ഞങ്ങളും കൂടെ കഷ്ടപ്പെട്ടിട്ടല്ലേ? ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ഈ പണിക്ക് വരുന്നത്. എന്തിനാ ഇത്ര ഗതികേട്? നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ പണിക്ക് വെക്കൂടെ? സാറേ, വീട്ടിലെ പണിയും കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് ഇവിടെ എത്തുന്നതാ. പോളിയോയും ഭവന സന്ദർശനവും രോഗീ പരിചരണവും ഒക്കെ ഞങ്ങളല്ലേ ചെയ്യുന്നത്. അശ്വമേധവും ശൈലി സർവേയും ഒക്കെ കഴിഞ്ഞ് രാത്രി ഒരു സമയത്താണ് വീട്ടിലെത്തുന്നത്. പിന്നെ റിപ്പോർട്ട് അയച്ചു കഴിയുമ്പോൾ മണി 11 ആകും. പിന്നെ എപ്പോഴാ സാറേ വേറെ പണിക്ക് പോകുന്നത്? പറ്റത്തില്ലേ, കളഞ്ഞിട്ട് പോ. കണ്ടില്ലേ, 24 മണിക്കൂർ പണിയെടുത്താലും ഒരു നല്ല വാക്ക് പോലും കിട്ടില്ല. ഒരു ഗതിയില്ലാത്തോണ്ടാ ഞങ്ങൾ ഈ പണിക്ക് വരുന്നത്. തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇതിനൊക്കെ എന്നേലും ഒരു പരിഹാരം ഉണ്ടാവും. പറഞ്ഞ പണി അങ്ങ് ചെയ്താൽ മതി. ഒത്തിരി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട കേട്ടോ. ആ എഴുതിക്കോ. ആശാമാർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാത്തത് എന്തുകൊണ്ട്? അടുത്തത്, ഇൻസെന്റീവ് കൂട്ടാൻ പറയാത്തത് എന്തുകൊണ്ട്? ആശാ സമരത്തിന് പിന്നിൽ മഴവിൽ സഖ്യം. ആശാ സമരം സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന. ഇതുപോലെ ഞാൻ തരുന്ന കണ്ടന്റ് നീ ഉണ്ടാക്കിയാൽ മതി, അല്ലാതെ വലിയ ഹരിശ്ചന്ദ്രൻ കളിക്കാനൊന്നും വരണ്ട കേട്ടോ. ആ സാവേ, ആശാ സമരത്തിന് പിന്നിൽ അൽ ഖ്വയ്ദ എന്ന് തട്ടിയാലോ? നല്ല പഞ്ചുണ്ട്. അൽ ഖ്വയ്ദയോ ബില്ലാദനോ എന്ത് വേണോ പറഞ്ഞോ, ഒറ്റ കാര്യമുള്ളൂ, സമരം പൊളിക്കണം. സാവേ, 300-400 പേരെ സമരത്തിനുള്ളൂ എന്നല്ലേ കപ്പിത്താൻ പറഞ്ഞത്? പിന്നെ എന്തിനാ പാർട്ടി ഇത്രയും പേടിക്കുന്നത്? ഗിരീഷേ, ഞാൻ ഈ പറയുന്നത് പരമ രഹസ്യമായിരിക്കണം. സുഗുണേട്ട, പാർട്ടി രഹസ്യങ്ങൾ ഒരീച്ച പോലും അറിയാതെ സൂക്ഷിക്കാൻ ഈ ഗിരീഷ് ചന്ദാരകം എന്നെന്നും പ്രതിജ്ഞാബദ്ധനാണ് സുഗുണേട്ട. സഖാവ് ഗിരീഷ് ചന്ദാരകമേ, തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ 2 വനിതാ സഖാക്കളെ ഞാൻ രഹസ്യമായി അവിടേക്ക് അയച്ചിരുന്നു. അവരെ റിപ്പോർട്ട് ചെയ്തത് ഇതിനോടകം 12,000 ആശമാര് സെക്രട്ടേറിയറ്റിലെ സമരത്തിനെത്തിയെന്ന. അപ്പൊ സീനാണല്ലോ സുഗുണേട്ടാ. പോയവരൊക്കെ നമ്മുടെ യൂണിയനുള്ളവരായിരിക്കും അല്ലേ? പിന്നെ സുഗുണേട്ടാ, നമ്മുടെ ഗീതയില്ലേ, അവള് തിരുവനന്തപുരത്ത് സമരത്തിന് പോകുകയാണ്. അതെങ്ങനെ ശരിയാവുന്ന? അവള് നമ്മുടെ LC മെമ്പർ അല്ലേ, പാർട്ടി കുടുംബല്ലേ? അതൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ പോയി എന്തേലും ചെയ്താ പാർട്ടിക്ക് കൊള്ളാം. നമ്മുടെ മൊത്തക്കോഴിയും വാങ്ങി നാക്കിയിട്ട് അതൊന്ന് കാണണല്ലോ. കുഴഞ്ഞു തളർന്നു വീണു പോകുന്നാലും ഒന്നുയർന്നു മുന്നിലേക്ക് പോയിടാം. മറ്റെടുത്തെറിഞ്ഞ വിത്തു ഭൂമിടത്ത് വീണാലും യാത്രയ്ക്ക് നല്ലൊരു സ്വീകരണം കൊടുക്കണം. നമ്മുടെ നാട്ടിലെ പരിപാടി ഒരു മഹായോഗമാക്കി മാറ്റണം. കേക്കട ഗിരീഷൻ, സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട മഹായോഗത്തിന്റെ സ്വീകരണത്തെ പറ്റിയാ നമ്മുടെ ഗീത ആലോചിക്കുന്നത്. നിന്റെ വാക്കും കേട്ട് ഒരു നിമിഷത്തേക്കെങ്കിലും ഞാനവിടെ സംശയിച്ചു പോയല്ലോ. സുഗുണേട്ടാ, അങ്ങനെ തന്നെയാണോ ഗീതച്ചി പറഞ്ഞത്? എവിടെയോ എന്തോ ഒരു... നീ കൂടുതലൊന്നും പറയണ്ട ഗിരീഷ. ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാടാ? ഗീത എന്റെ കുട്ടിയാടാ. ഗീത
മോളെ മോളെ ഗീത പൊന്നുമോളെ ആ സുഗുണേട്ടാ നിങ്ങൾ സ്വീകരണത്തിനുള്ള മീറ്റിംഗ് കൂടാണെന്ന് ഗിരീഷ പറഞ്ഞത്. എന്നാലൊന്ന് കയറി വെച്ച് പോകാന്നല്ലേ. സുഖിലേട്ടാ, നിങ്ങൾ വരുമെന്ന് അറിയില്ലായിരുന്നു. നിങ്ങൾ ഓട്ടോറിക്ഷക്കാരും നിർമ്മാണക്കാരും കെട്ടിടോട് തൊഴിലാളികളും എല്ലാരും കൂടി നല്ലൊരു കാര്യം ചെയ്യുമ്പോ ഞാനും ഉണ്ടാവണ്ടേ. ഇത് മീറ്റിംഗ് നടക്കട്ടെ. സുഗുണേട്ടൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സമരത്തെ പിന്തുണയ്ക്കാൻ എത്തിയത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സമരം പറ്റത്തില്ല ഇത്. ആശാ സ്കീം കേന്ദ്രത്തിന്റെ അവര് ഡൽഹി പോയല്ലേ സമരം ചെയ്യേണ്ടത്. ഇത് നമ്മുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ 19 പേരെ ഇറങ്ങിയിരിക്കുന്നു. കേന്ദ്ര സ്കീം തന്നെയാ, ഒരു തർക്കവും ഇല്ല. പക്ഷെ ഞങ്ങൾ ആശമാർ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത്? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടിയാ. കോവിഡിന്റെയും നിപ്പയുടെയും പ്രളയത്തിന്റെയും സമയത്ത് സർക്കാരിന് ഞങ്ങൾ ആവശ്യം ഉണ്ടായിരുന്നുണ്ട്. ആശമാർക്ക് കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ ഓണറേറിയം കിട്ടുന്നത്? 7000 രൂപ നമ്മുടെ സർക്കാരല്ലേ നൽകുന്നത്. ഗിരീഷേ, ഒരു നുണ 1000 പ്രാവശ്യം ആവർത്തിച്ചാൽ ഒന്നും സത്യമാവില്ല. പോണ്ടിച്ചേരിയില് 18,000 രൂപ ആശമാർക്ക് ഓണറേറിയം ഉണ്ട്. സിക്കിമിൽ 10,000 രൂപയും. പിന്നെ മറ്റ് സംസ്ഥാനത്തെ ജീവിത ചെലവും നിലവാരവുമാണോ കേരളത്തില്? മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ 5 ലക്ഷം രൂപ വിരമിക്കലാനുകൂല്യമുണ്ട്. ആന്ധ്രയിൽ 1.5 ലക്ഷവും. ഇവിടെ കേരളത്തിൽ 1 രൂപയുണ്ടോ? ഒരു ആയുസ് മുഴുവൻ പണിയെടുത്തിട്ട് വെറുതെ പറഞ്ഞു വിടുവാണോ വേണ്ടത്? നിങ്ങൾ എന്താ കേന്ദ്രത്തോട് സമരം ചെയ്യാത്തത്? ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരല്ലേ? തൊഴിലാളികളായി അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ പട്ടിണി കിടക്കണോ? പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അതാദ്യം ചെയ്യ്, എന്നിട്ടാവാം. നമ്മളെ സർക്കാർ വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലാന്നേ. എന്നിട്ടാണോ PSC മെമ്പർമാരുടെ ശമ്പളം 1.5 ലക്ഷം രൂപയോളം കൂട്ടിയത്? KV തോമസിന്റെ യാത്രാബത്ത വർദ്ധിപ്പിച്ചത്? മാത്രമോ മന്ത്രിമാരുടെ വാഹനം മാറ്റി വാങ്ങാൻ 100 കോടി അനുവദിച്ചത്? സ്വിമ്മിംഗ് പൂളിൽ ലക്ഷങ്ങൾ. സർക്കാരിന്റെ 4ാം വാർഷികത്തിന് കോടാനുകോടിയല്ലേ ചെലവ്? പാവപ്പെട്ടവൻ കൂലി ചോദിച്ചാൽ, ക്ഷേമ പെൻഷൻ ചോദിച്ചാൽ സാമ്പത്തിക ഞെരുക്കം. അതൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ആശാമാരുടെ സമരയാത്രക്ക് ഇവിടെ സ്വീകരണം നൽകാൻ പറ്റത്തില്ല. പട്ടിണി കിടക്കാതെ ജീവിക്കുവാൻ ആശാ വർക്കേഴ്സ് നടത്തുന്ന ധർമ്മ സമരത്തെ പിന്തുണയ്ക്കുക. MA ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം കോട്ട മൈതാനിയിൽ എത്തിച്ചേരുന്നു. ഇത് മുട്ടക്കോഴി. മുട്ടക്കോഴി റഹിമേ, പാർട്ടിയെ പിണക്കിയാലുണ്ടല്ലോ സ്റ്റാൻഡിൽ നിന്ന് പുറത്തു വെക്കും. ആശമാരുടെ സമരം പാവപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാ ഗിരീഷേ. ഞങ്ങൾ ഓട്ടോക്കാരൊക്കെ ആശമാരുടെ കൂടെയാ. ഞങ്ങൾ തൊഴിലാളികളൊക്കെ ഈ സമരത്തിന്റെ കൂടെയാ. പണിയെടുക്കുന്നവന് ആത്മാഭിമാനമുണ്ടെന്ന് കാണിച്ചു തന്ന സമരമാണ് ഈ സമരം. വിജയിക്കേണ്ടത് ചൂഷണം അനുഭവിക്കുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഏതൊരാളുടെയും ആവശ്യമാണ്. ഇത് വിജയിക്കുക തന്നെ ചെയ്യും. ഇത് പോകല്ലേ. ലൈഫിലെ വീട്, കക്കൂസ്, സഹകരണ ബാങ്കിലും മോന് ജോലി ഒക്കെ തരാം. പോകല്ലേ ഇത്. എന്റെ പൊന്നുപോലെ പോകല്ലേ. പോകല്ലേ ഇത്. പോലെ വഴി മാറി സുഗുണ. ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല. ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല. കൂലിക്കൂട്ടണം ചൂഷണം നിറുത്തണം. പോരടിച്ചു കേടുവാനുറച്ചു നീങ്ങണം. കൂലിക്കൂട്ടണം ചൂഷണം നിറുത്തണം. പോരടിച്ചു കേടുവാനുറച്ചു നീങ്ങണം. ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല. ആശമാര ശക്തരല്ല അടിമവേല ചെയ്യുകില്ല. ഭരണമാരികൾ പടർന്ന നാളിലൊക്കെ യാത്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തു. ഭരണമാരികൾ പടർന്ന നാളിലൊക്കെ യാത്രമായി ജീവനെ മറന്നു ഞങ്ങൾ സേവനങ്ങൾ ചെയ്തത്. ഭരണമേ മറന്നു. ആശാഭരിതം
തെരുവ് നാടകം അവതരിപ്പിച്ചത് വൈറ്റ് റോസ് കലാസംഘം. കഴിഞ്ഞ മെയ് 5 കാസർഗോഡ് നിന്ന് ഈ സമരയാത്ര, ആശാ സമരയാത്ര ആരംഭിച്ചത് മുതൽ ഈ കലാസംഘം യഥാർത്ഥത്തിൽ വോളണ്ടിയേഴ്സായി പ്രവർത്തിച്ചുകൊണ്ട് ഈ 45 ദിവസവും ഈ യാത്രയ്ക്ക് വേണ്ടി അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതോടൊപ്പം സഞ്ചരിക്കുകയാണ്. ഈ നാടകത്തിലെ അഭിനേതാക്കൾ: അമൃത ജയൻ, തിരുവനന്തപുരം. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമിതി അംഗം ശ്രീമതി ഗിരിജയുടെ മകളാണ് അമൃത. ശാലിനി GS, തിരുവനന്തപുരം. അഡ്വക്കേറ്റ് നീള മോഹൻകുമാർ, എറണാകുളം. അഡ്വക്കേറ്റ് ഗോവിന്ദ് ശശി, തിരുവനന്തപുരം. ഉഷ MK, എറണാകുളം. പ്രതീഷ് ജെയിംസ്, കോട്ടയം. പ്രവിത P, പത്തനംതിട്ട. രാഹുൽ R, കൊല്ലം. നന്ദഗോപൻ വെള്ളക്കാടി, തൃശൂർ. ദീപ്തി S, ആലപ്പുഴ. അഡ്വക്കേറ്റ് അപർണ R, തിരുവനന്തപുരം. അഭിത്, കണ്ണൂർ. CK ശിവദാസൻ, എറണാകുളം. റഹീം, കോഴിക്കോട്. ജതിൻ R, തിരുവനന്തപുരം. മണിദാസ്, കോഴിക്കോട്. സുധി R, പാലക്കാട്. രതീഷ് രാജേഷ് UR, ആലപ്പുഴ. അജിത് R, പത്തനംതിട്ട. നിരഞ്ജൻ B, കൊല്ലം. കൃഷ്ണ S, എറണാകുളം. ശ്രീനന്ദ നന്ദഗോപൻ, തൃശൂർ. ശ്രീജ, തൃശൂർ. ധർമ്മജൻ, തൃശൂർ. രശ്മി രവി, കണ്ണൂർ. ഈ കലാകാരന്മാരെല്ലാം വ്യത്യസ്ത ജില്ലകളിൽ അഭിനയിച്ചവരാണ്. ഇന്ന് അഭിനയിച്ചവരെ കൂടാതെ ഒപ്പം എടുത്തു പറയേണ്ട ചിലരും കൂടെ ഉണ്ട്. നമ്മളുടെ കലാസംഘത്തിലെ ആളുകൾക്ക് 1-2 ദിവസം മാറി നിൽക്കേണ്ടി വന്നപ്പോൾ തൃശ്ശൂരിലെ ആശാ വർക്കേഴ്സ് അവരെ ഒരൊറ്റ ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ നാടകം തൃശ്ശൂരിൽ 3 സ്റ്റേജുകളിൽ കളിച്ചു. സുനിത, തൃശ്ശൂർ. പ്രിൻസി, തൃശ്ശൂർ. സിന്ധു PR, സിന്ധു മേലൂർ. ഇവരെ ആശാ വർക്കേഴ്സാണ്. അവരെ നല്ലൊരു പ്രകടനമാണ് ഈ ജാഥയിൽ കാഴ്ചവെച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.